അപ്പൊ നമ്മള് വാൽമീകി രാമായണത്തിലെ 29 സർഗത്തില് സിദ്ധാശ്രമ വർണ്ണനെ കുറിച്ചും സിദ്ധാശ്രമ പ്രവേശനത്തെ കുറിച്ചും നമ്മൾ വിവരിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ 30 സർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 30 സർഗത്തിൽ പരാമർശിക്കപ്പെടുന്നത് യാഗരക്ഷയാണ്. അതായത് വിശ്വാമിത്ര മുനി തൻ്റെ മനസ്സിൽ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ള ആ വിശ്വയാഗത്തെക്കുറിച്ചുള്ള രക്ഷ അതാണ് പ്രതിപാദിക്കുന്നത്. ശരിക്കും ശ്രീരാമചന്ദ്രന്മാരെ അയോധ്യയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നത് തന്നെ രാമായണത്തിലെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആണിത്. അതായത് ഇങ്ങനെ ഒരു മഹാമുനി ഈ ശ്രീരാമലക്ഷ്മണരെ യാഗരക്ഷയ്ക്കായിക്കൊണ്ട് സിദ്ധാശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിട്ടില്ലായിരുന്നു എങ്കിൽ ഒരു പക്ഷെ രാമായണ കഥ തന്നെ ഇങ്ങനെ ആകുമായിരുന്നില്ല, അതിൻ്റെ വഴിത്തിരിവ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ശ്രീരാമനും ലക്ഷ്മണനും ഇപ്പോൾ വിശ്വാമിത്ര മുനി താമസിക്കുന്ന സിദ്ധാശ്രമത്തിലേക്ക് പ്രവേശിച്ചു. ഇനി തുടർന്ന് യാഗവും യാഗം നടത്തുന്നതിൻ്റെ രീതികളെക്കുറിച്ചും ഒക്കെയാണ് ഈ 30 സർഗത്തില് യാഗരക്ഷ എന്ന ഭാഗത്തിൽ പരാമർശിക്കുന്നത്. അങ്ങനെ യാഗത്തിന് വേണ്ടുന്ന എല്ലാ സാമഗ്രികളും എല്ലാം റെഡിയാക്കി അവിടെയുള്ള മറ്റ് മുനികുമാരന്മാരും ഒക്കെ അതിനുവേണ്ട തയ്യാറെടുപ്പുകളൊക്കെ നടത്തി. ഇനി രാമന്റെയും അതുപോലെ ലക്ഷ്മണന്റെയും കർത്തവ്യം എന്ന് പറയുന്നത് ഈ യാഗം വേണ്ടും വിധം നടത്തി കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് ശിഷ്യന്മാരുടെ പ്രധാന ചുമതല തന്നെ. അതാണ് ഇവിടെ യുദ്ധം ചെയ്യാൻ വേണ്ടി കൊതിച്ചു വന്ന 2 രാജകുമാരന്മാരാണ്. വഴിമധ്യേ എല്ലാവിധ വെപ്പൺസുകളും ആയുധങ്ങളും മുമ്പേ തന്നെ ഈ വിശ്വാമിത്ര മുനി ഇവർക്ക് പകർന്നു നൽകിയിട്ടുണ്ട്. ഇനി അതിന്റെ ഡിസ്പ്ലേ ആണ് നടക്കുന്നത് ആദ്യമായിട്ട് അവിടെ. അങ്ങനെ വിശ്വാമിത്ര മുനി യാഗദീക്ഷ കൈക്കൊണ്ടു. അപ്പോ രാമകുമാരന്മാർ ചോദിക്കുന്നു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് മുനികുമാരന്മാരെ, അല്ലെങ്കിൽ തപസ്സികളെ, എത്ര ദിവസം കൊണ്ടാണ് യാഗം നടത്തേണ്ടത് എന്ന് അവർ ചോദിക്കുന്നു. ഉടനെ അവർ പറയുന്നു, വിശ്വാമിത്ര മുനി യാഗദീക്ഷ കൈക്കൊണ്ടുകൊണ്ട് മൗനവ്രതത്തിലാണ്. 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാഗമാണിത്. പവിത്രവും പാവനവുമായിരിക്കുന്ന അതീവ ദിവ്യമായ യാഗമാണ്. അത് എങ്ങനെയും ഏത് വിധേനയും നിങ്ങൾ നടത്തിത്തരണം. ഇതിനു മുമ്പേ ആ യാഗം ചെയ്യാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഈ മാരുജൻ, സുബാഹു, കിങ്കരന്മാർ വന്ന് അത് നശിപ്പിക്കുകയാണ് പതിവ്. കേട്ട ഉടനെ തന്നെ ശ്രീരാമൻ ലക്ഷ്മണനോട് യാഗരക്ഷയ്ക്കായി തയ്യാറായി നിൽക്കാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ 6 പകലും 6 രാത്രിയും ഉറക്കമൊഴിച്ചുകൊണ്ട് അവര് യാഗരക്ഷയ്ക്കായി അവിടെ സന്നിധരായി. അങ്ങനെ 6ാമത്തെ ദിവസം യാഗം മന്ത്രപൂർവം യഥാവിധി നടക്കുന്ന ആ സമയത്ത് 6ാമത്തെ ദിവസം അതുവരെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പുരോഹിതന്മാർ അതിൻ്റെ വേണ്ട പാനപാത്രം, അതുപോലെ ചമതകള്, ഹോമപാത്രങ്ങള്, അതുപോലെ വേണ്ടും വിധമുള്ള പൂക്കള്, ഇതുകൊണ്ടൊക്കെ അർച്ചനകളും ഒക്കെ അർപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. 6ാമത്തെ ദിവസം വന്നെത്തിയപ്പോൾ എന്താണ് ഉണ്ടായത് കഴിഞ്ഞാൽ ആകാശത്തിൽ നിന്ന് വമ്പിച്ച ഒരു ശബ്ദം, ഭയാനക ശബ്ദം കേട്ടു. മഴക്കാലത്ത് ഇടിവെട്ടുന്ന പോലെ, മേഘം ഗർജിക്കുന്നത് പോലെ, എങ്ങു നിന്നോ എവിടുന്നോ വളരെ ഭീകരമായ ശബ്ദധ്വനികൾ വന്നു. നോക്കുമ്പോൾ അവിടെ മാരിജൻ, സുബാഹു എന്ന 2 രാക്ഷസന്മാര്, അവരാണ് മുഖ്യമായിട്ടും ഈ യാഗം തടയുന്നതും വിഘ്നം ഉണ്ടാക്കുന്നതും. അവരൊരുങ്ങി പുറപ്പെട്ട് വന്നിരിക്കുന്നു ഇവരുടെ നേരെ. വന്നപ്പോൾ അവരെ കയ്യിൽ എന്താണുള്ളത്? കുടം കണക്കെ രക്തം, അല്ലെ? രക്തം ചിന്തിയാൽ പിന്നെ യാഗം അശുദ്ധമായല്ലോ. അങ്ങനെ ഇവര് പൂക്കളും അതുപോലെ തന്നെ ഈ ചമതം ഒക്കെ
യാഗാഗ്നിയിലേക്ക് സമർപ്പിക്കുമ്പോൾ ഇവർ അതേ അഗ്നികുണ്ഡത്തിലേക്ക് നിണം അഥവാ ചോര ഒഴുക്കുകയാണ്. രാമനും ലക്ഷ്മണനും ക്രോധമായി. ഉടനെ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ വളരെ ദിവ്യങ്ങളായ അസ്ത്രങ്ങൾ നൽകിയിരുന്നല്ലോ വിശ്വാമിത്ര മുനി. കാര്യമായിട്ടൊരു 3 അസ്ത്രമാണ് ഇവര് ഉപയോഗിക്കുന്നത്. അതായത് ചീറി അലർത്തുകൊണ്ടുവരുന്നതായി മാരിജന്റെ നേർക്ക് രാമൻ ആദ്യം ഉപയോഗിക്കുന്നത് മാനവാസ്ത്രമാണ്. അതായത് മാനവാസ്ത്രത്തിന്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ ഇതിനു മുമ്പേ ചില സർഗത്തിൽ പറഞ്ഞതാണ്. ഓരോ അസ്ത്രങ്ങളും അത് വിശ്വാമിത്ര മുനി നൽകിയതാണ്. ഈ മാനവാസ്ത്രം മാരിജന്റെ മാറത്തേക്ക് എഴുതും. അപ്പോ അതൊരു പരമാസ്ത്രം തന്നെയാണ്, അല്ലെങ്കിൽ പരമമായ മാനവാസ്ത്രം ഏറ്റിട്ട് അത് മാനവാസ്ത്രം ഏറ്റാൽ ഈ മാരിജൻ മരിക്കുന്നില്ല. പ്രജ്ഞയേറ്റ് ഒരു 100 യോജന സമുദ്രത്തിൽ പോയി വീണു എന്നാണ്. അവിടെ ബോധം കെട്ട് കടന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ മാരിജനെ 100 യോജന ദൂരത്തേക്ക് മാറ്റി. പിന്നീട് ഇതേ മാരിജൻ തന്നെ രാമായണത്തിൽ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഏതായാലും അവൻ അങ്ങ് ലക്ഷ്മണനോട് പറയുന്നുണ്ട്, ലക്ഷ്മണ, ധർമ്മയുക്തവും ശരീരമാസകലം തണുപ്പിക്കുന്നതുമായ മാനവാസ്ത്രം ചെയ്തതിന്റെ പ്രത്യാഘാതം നോക്കൂ. അസ്ത്രം അവനെ ബോധം കെടുത്തിക്കൊണ്ട് പോകുന്നത് കണ്ടില്ലേ നീ എന്ന് പറയുന്നുണ്ട് രാമൻ ലക്ഷ്മണനോട്. ഏതായാലും ഇവൻ അങ്ങ് ദൂരെ പോയി തെറിച്ചു വീണപ്പോൾ പിന്നെ വരുന്നത് സുബാഹുവാണ്. നിങ്ങൾ ഓർക്കണം, 2 അസുരന്മാരാണ്, മാരിജനും സുബാഹുവും. ഈ 2 അസുരന്മാർക്കും രാമായണത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. അതുപോലെ അസുരൻ ഇനിയിപ്പോൾ അടുത്തത് സുബാഹുവാണ്. സുബാഹുവിന്റെ നേരെ രാമൻ ഉപയോഗിക്കുന്ന ആഗ്നേയാസ്ത്രമാണ്. വെണ്ണീരാക്കുന്ന കത്തി ജ്വലിക്കുന്ന ആഗ്നേയാസ്ത്രം. ഈ ആഗ്നേയാസ്ത്രം ഉപയോഗിക്കുകയും അല്ലെങ്കിൽ അത് തൊടുത്തുവിടുകയും ചെയ്തതിൽ തന്നെ എന്താ ഉണ്ടായത് വെച്ച് കഴിഞ്ഞാൽ അവന്റെ മാറ് തുളഞ്ഞ് അവൻ നിലം പതിച്ചു മരിച്ചു വീണു. അങ്ങനെ നമ്മുടെ സുബാഹുവിന്റെ കഥ കഴിഞ്ഞു. മറ്റവന്റെ പൂർണ്ണ കഥ എന്താ അറിയില്ല, തൽക്കാലം ഒരു സെഡേഷൻ കൊടുത്തു വിട്ടതാണ്. ഇപ്പോ സുബാഹുവിനെ കൊന്നു രാമൻ ആഗ്നേയാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട്. പിന്നെ കുറച്ച് ഇവരുടെ കൂടെ കിങ്കരന്മാർ, വേറെ രാക്ഷസന്മാരുണ്ടായിരുന്നല്ലോ അല്ലേ, മറ്റു രാക്ഷസന്മാരെ പിന്നെ രാമൻ വീണ്ടും ചില അസ്ത്രങ്ങൾ, ദിവ്യാസ്ത്രങ്ങൾ കയ്യിലെടുത്ത് അവരെയും കൊന്നൊടുക്കുകയാണ് ഉണ്ടായത്. അതായത് വായവ്യാസം എന്നൊക്കെ പറഞ്ഞ അസ്ത്രങ്ങളെടുത്ത് ശ്വാസം മുട്ടിച്ച് ആ രാക്ഷസന്മാരെയൊക്കെ ശ്രീരാമൻ കൊന്ന് യാഗം സമ്പൂർണമായിട്ട് പരിപൂർണമായിട്ട് രക്ഷിച്ചു. പിന്നെ വേണ്ട വിധം യാഗം നടത്തുകയും യാഗോദ്ദേശം വിശ്വാമിത്ര മുനി നേടുകയും ചെയ്തു. ഇങ്ങനെയുള്ള ഒരു ടീച്ചറുടെ ഒരു ഉദ്യമത്തെ നിറവേറ്റി കൊടുക്കുകയാണ് ഇവിടെ രാമനും ലക്ഷ്മണനും ചെയ്യുന്നത് ഈ സർഗത്തില്. അതില് പറഞ്ഞു, പിന്നെ കാകുത്സ്ഥനോട് വിശ്വാമിത്ര മുനി പറയുന്നുണ്ട്, മഹാബാഹു മഹായശസ്യൻ രാമ, ഞാൻ കൃതാർത്ഥനായി ഉണ്ണി എന്ന് പറഞ്ഞു. കാരണം ഉണ്ണി ഈ യാഗമെല്ലാം വേണ്ടുവിധം നടത്താൻ സഹായിച്ചുവല്ലോ എന്ന അർത്ഥത്തിൽ പറയുകയുണ്ടായി. അങ്ങനെ രാമനെ അങ്ങേയറ്റം പുകഴ്ത്തിക്കൊണ്ട് അവരോടൊപ്പം സന്ധ്യാവന്ദനം കഴിക്കുന്നതോടുകൂടി ഈ 30-ാം സർഗം അവസാനിക്കുകയാണ്. ഇനി അടുത്ത് നമുക്ക് 31-ാം സർഗത്തില് അവരുടെ മിഥിലയിലേക്കുള്ള യാത്രയാണ് വർണ്ണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ വാൽമീകിയ രാമായണം കേൾക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്കും ഇത് കഴിയുന്നത്ര ഷെയർ ചെയ്യുക. കാരണം ഷെയർ ചെയ്യുക, ബെൽ ബട്ടണൊക്കെ അമർത്തുക, എന്നാലേ